എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ എ പൂക്കോട്ട് തടാകം. പൂക്കോട്ട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. പ്രകാശത്തിനു നേരെ വളരുന്നതിനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ്. പ്രകാശത്തിനു നേരെ വളരുന്നതിനുള്ള സസ്യങ്ങളുടെ പ്രവണത. ഓപ്ഷൻ ബി ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്നതാണ് പ്രകാശത്തിന് നേരെ വളരുന്നതിനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്നത്. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണം. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണം. ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം. നിശ്ചല ജഡത്വം മൂലമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണമാകുന്നത്. മിയാൻഡറുകൾ എന്നറിയപ്പെടുന്ന ഭൂരൂപങ്ങൾ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ സൃഷ്ടിയാണ്? മിയാൻഡറുകൾ എന്നറിയപ്പെടുന്ന ഭൂരൂപങ്ങൾ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ സൃഷ്ടിയാണ്? ഓപ്ഷൻ എ നദികൾ. ചുവടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ചുവടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഓപ്ഷൻ ഡി കരൾ. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1947 ഐക്യ കേരള മഹാസമ്മേളനം നടന്നത് കൊച്ചിയിലാണ്. ഐക്യ കേരള മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. ഐക്യ കേരളം വേഗം സ്ഥാപിക്കണമെന്ന പ്രമേയം മൊയ്ദ് മൗലവി അവതരിപ്പിച്ചു. 1948 ആലുവയിൽ ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നു. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്ത പ്രസ്താവന. 1947 ഐക്യ കേരള മഹാസമ്മേളനം നടന്നത് കൊച്ചിയിലാണ് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഖേഡ നികുതി നിഷേധ സമരം അരങ്ങേറിയ പ്രദേശമേത്? ഖേഡ നികുതി നിഷേധ സമരം അരങ്ങേറിയ പ്രദേശം ഏത്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഖേഡ നികുതി നിഷേധ സമരം അരങ്ങേറിയ പ്രദേശം ഗുജറാത്താണ്. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്. ഓപ്ഷൻ സി 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ്. ഓപ്ഷൻ ബി ചെന്നൈ. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം. ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം. ഓപ്ഷൻ എ യൂണിക്കോൺ. ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തമാണ് യൂണിക്കോൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? ഫോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി ഉൽപ്പാദനം, പിസിക്കൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ സിൽക്ക് ഉൽപ്പാദനം, സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. കൊടുത്തവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പിസിക്കൾച്ചർ തേനീച്ച വളർത്തൽ എന്നതാണ് ശരിയായ ജോഡി അല്ലാത്തത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. നിള പേരാർ, തലയാർ, മഞ്ഞനദി മുരാട്പുഴ, ചൂർണി, ഭാരതപ്പുഴ, പാമ്പാർ, പെരിയാർ, കുറ്റ്യാടിപ്പുഴ. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക.
ഓപ്ഷൻ സി ആണ് ഉത്തരം. A1 നീളാപേരാർ ഭാരതപ്പുഴ, B2 തലയാർ പാമ്പാർ, C4 മഞ്ഞനദി മുരാഡ്പുഴ കുറ്റ്യാടിപ്പുഴ, D3 ചൂർണി പെരിയാർ. ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി 2021 ആചരിച്ചതെന്ന്. ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി 2021 ആചരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 9. സെപ്റ്റംബർ 9 ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി 2021 ആചരിച്ചത്. ചുവടെ പറയുന്ന ആണവ നിലയങ്ങൾ അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. കൂടംകുളം, നറോറ, താരാപൂർ, കോട്ട, തമിഴ്നാട്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ആണവ നിലയങ്ങൾ അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A1 കൂടംകുളം തമിഴ്നാട്, B3 നറോറ ഉത്തർപ്രദേശ്, C4 താരാപൂർ മഹാരാഷ്ട്ര, D2 കോട്ട രാജസ്ഥാൻ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഓപ്ഷൻ ബി ഐസോടാക്കുകൾ. ഐസോടാക്കുകളാണ് കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് ആണ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നത്. സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആഴക്കടൽ. ആഴക്കടൽ എന്നാണ് സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നത്. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമി. അയ്യ വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി പച്ചക്കറി കർഷകൻ. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? ഓപ്ഷൻ ഡി പെരിയാർ. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം പെരിയാർ നദിക്ക് കുറുകെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്. ഓപ്ഷൻ എ കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്. ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനാണ് ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്.
തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്? ഓപ്ഷൻ ബി CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്? ഓപ്ഷൻ ഡി ആര്യപള്ളം. ആര്യപള്ളമാണ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ? സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ? ഓപ്ഷൻ ഡി ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റിയാണ് സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിലുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല? കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല? ഓപ്ഷൻ സി കാസർഗോഡ്. കാസർഗോഡാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര? ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര? ഓപ്ഷൻ ഡി വിന്ധ്യാപർവ്വതം. വിന്ധ്യാപർവ്വതമാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 1958. 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി ഗോവ. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഗോവ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ സി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി ജിം കോർബറ്റ്. ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയനക്കരാറിൽ ഒപ്പിട്ട വ്യക്തി? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയനക്കരാറിൽ ഒപ്പിട്ട വ്യക്തി? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയനക്കരാറിൽ ഒപ്പിട്ട വ്യക്തി. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്.
ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മാംഗോ ഷവർ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ മാംഗോ ഷവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഓപ്ഷൻ സി കാറ്റ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പത്രമാധ്യമങ്ങൾ. പത്രമാധ്യമങ്ങളാണ് ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ. ഓപ്ഷൻ എ ആരവല്ലി നിരകൾ. ആരവല്ലി നിരകളാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. ഓപ്ഷൻ ഡി 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്. സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത് ആരാണ്? ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ബി റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ചാണ് ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത്. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഓപ്ഷൻ ബി ഹെമറേജ്. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകമേത്? ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. ഓപ്ഷൻ എ ടിൻ. ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേത്? ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ജീവകം സി. ജീവകം സി ആണ് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.